Good morning, students. Today, in this session, we will discuss about silkworm rearing technique. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിൽക്ക് വോമിൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസിനെ പറ്റിയിട്ട് പഠിച്ചു. അതേപോലെ സിൽക്ക് വോമിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിൽക്ക് വോം റിയറിങ്ങിൻ്റെ മേജർ സ്റ്റെപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ സിൽക്ക് വോമിൻ്റെ ലൈഫ് സൈക്കിൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഇതിൽ നിന്ന് കൂടുതൽ ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, so first you have to watch the life cycle of silkworm and you can watch this video. Okay, so the major step in silkworm rearing are, first step is collection of egg. Silkworm produce ചെയ്യുന്ന egg collect ചെയ്യുക എന്നുള്ളതാണ് the first step. Second is incubation of egg. ഈ കളക്ട് ചെയ്ത എഗ്ഗ് നമ്മൾ ഇൻക്യുബേഷൻ ചേമ്പറിൽ വെച്ചിട്ട് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യണം. ഇൻക്യുബേറ്റ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, നിങ്ങളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, യു വിൽ ഗെറ്റ് ദ സിൽക്ക് വേം ഹാച്ച് അറ്റ് എ യൂണിഫോം ടൈം. എല്ലാ സിൽക്ക് വേമും ഒരേ സമയത്ത് ഹാച്ച് ഔട്ട് ചെയ്യും. അതാണ് ഇൻക്യുബേഷൻ ആ സ്റ്റെപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. തേർഡ് ഇസ് റിയറിങ് ഓഫ് ലാർവ. ഈ ഇൻക്യുബേറ്റ് ചെയ്ത എഗ്ഗ് ഹാച്ച് ഔട്ട് ചെയ്ത് ഉണ്ടാവുന്നതാണ് ലാർവ. ഈ ലാർവ അതിനെ നമ്മൾ റിയർ ചെയ്യണം. അതായത് നമ്മൾ മൾബറി ലീവ്സ് ആണ് സാധാരണ ഫീഡിന് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫിറോഷ്യസ് ഈറ്ററാണ്, ഭയങ്കര ആക്റ്റീവാണ്. മീൻസ് ദേ ഈറ്റ് ലോട്ട് ഓഫ് മൾബറി ലീവ്സ് ഇൻ ദാറ്റ് പീരീഡ്. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇൻസ്റ്റാർ സ്റ്റേജസ് എല്ലാം അത് കംപ്ലീറ്റ് ചെയ്ത് അത് പിന്നീടൊരു കൊക്കൂണായിട്ട് ഫോം ചെയ്യും. ഓക്കെ, third step is rearing of larva and the fourth is mounting of larva on a cocoonage. ഈ കൊക്കൂൺസ് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊക്കൂണേജസ് പ്രൊവൈഡ് ചെയ്യണം. കൊക്കൂണേജസിൻ്റെ പല ടൈപ്പ് ഉണ്ട്. എക്സാമ്പിൾസ് ചന്ദ്രിക, then natrika are some of the cocoonages. Chandrika is made of bamboo and natrika is made of plastic. Okay, we will discuss in detail about all these topics later on. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ് ഹാർവസ്റ്റിംഗ് ഓഫ് കൊക്കൂൺ. ഈ കൊക്കൂൺസിൻ്റെ അകത്ത് പ്യൂപ്പൈ ഉണ്ട്. ഓക്കെ, ലാർവൽ സ്റ്റേജ് കഴിഞ്ഞ് വരുന്ന അടുത്ത സ്റ്റേജാണ് പ്യൂപ്പൽ സ്റ്റേജ്. അപ്പോൾ കൊക്കൂൺസിൻ്റെ അകത്ത് പ്യൂപ്പൈ ഉണ്ട്. ഈ കൊക്കൂൺസ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത്, ചന്ദ്രിക അല്ലെങ്കിൽ നാട്രികയെന്ന് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് നമ്മൾ അതിനെ ഹാർവസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് സിൽക്ക് റിയറിങ്. ഈ കൊക്കൂൺസിൽ നിന്നാണ് നമുക്ക് സിൽക്ക് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ആക്ച്വലി ദാറ്റ് കൊക്കൂൺ ഈസ് ദ സിൽക്ക്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നീളമുള്ള ഒരു സിംഗിൾ സ്ട്രാൻഡ് സിൽക്കാണ് ഈ കംപ്ലീറ്റ് കൊക്കൂണിൽ ചുറ്റിനും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് സിൽക്ക് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിയർ ഔട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് ദ ഫൈനൽ വൺ, ദാറ്റ് ഇസ് സിൽക്ക് റിയറിങ്. സോ ദീസ് ആർ ദ മേജർ സ്റ്റെപ്സ് ഇൻ സിൽക്ക് വർം rearing technique. First one is collection of egg, second is incubation of egg, third step is rearing of larvae, and fourth is mounting of larvae on a cocoonage. Cocoonage, example Chandrika and Natrika. And fifth one is harvesting of cocoons, and the last step is silk rearing. So these are the major steps in these are the major steps in rearing the silkworm. Okay, next we will discuss in detail about all these steps in detail. First is collection of egg. ഇപ്പോൾ ഞാൻ പറഞ്ഞു സിൽക്ക് വേം, അത് സിൽക്ക് വേം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേം നേച്ചർ ആകുന്നതിന് മുന്നേ അത് മോത്താണ്, സിൽക്ക് മോത്താണ്. സിൽക്ക് മോത്ത് എഗ്സ് ലേ ചെയ്യുന്നു. സാധാരണ അത് ലീവ്സിലൊക്കെയാണ് അത് നാച്ചുറൽ കണ്ടീഷനിൽ ലേ ചെയ്യുന്നത്. പക്ഷേ ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഒരു ലബോറട്ടറി കണ്ടീഷനിലല്ല നമ്മൾ കണ്ടെയ്നേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so the male and female moth are placed in suitable containers where they are allowed to mate. And when the eggs are made, they usually fasten to the surface by a gummy substance secreted by the female. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സിൽക്ക് മോത്തിൻ്റെ പടമാണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് ദീസ് ആർ ദി എഗ്സ് ലേഡ് ബൈ ദി സിൽക്ക് മോത്ത്. ഈ കാണുന്നത് അത് ലേ ചെയ്ത നാച്ചുറൽ കണ്ടീഷൻ അത് ലേ ചെയ്ത ലീവ്സിൻ്റെ ഒരു ഫിഗറാണ് കാണിക്കുന്നത്. നാച്ചുറൽ കണ്ടീഷനാണ് ഇത്. ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിൽ
സിൽക്ക് മോത്തിന് നമ്മളൊരു ചേമ്പറിലായിട്ട് എഗ്ഗ് ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു ഫിഗറാണ് ഈ സെക്കൻഡ് പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നത്. ഇതിൻ്റെ ഈ ഒരു പച്ചയായിട്ട് നിങ്ങൾക്ക് കുറച്ച് എഗ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ എഗ്സ് എല്ലാം ലേ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഫീമെയിൽ മോത്ത് ഒരു ഗമ്മി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും അതിൻ്റെ ബോഡിയിൽ നിന്ന്. അതിൻ്റെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ എഗ്സ് എല്ലാം കൂടെ ഒരു ക്ലസ്റ്റർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റിക്കിയാണ് ആ ഒരു സബ്സ്റ്റൻസ്, ആ ഗമ്മി സബ്സ്റ്റൻസ്. അത് ഈ എഗ്ഗ് ഫീമെയിൽ മോത്ത് പ്രൊഡ്യൂസ് ചെയ്ത എഗ്സിനെല്ലാം ഒന്ന് ക്ലസ്റ്റർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അത് ആ ഗമ്മി സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ when the eggs are made, they usually fasten to the surface by a gummy substance secreted by the female. Okay. അതിനുശേഷം നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ വെച്ചിട്ട്. ഈ കളക്ട് ചെയ്ത എഗ്സിനെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ദീസ് ആർ ദെൻ എക്സാമിൻഡ് ടു എൻഷുർ ദാറ്റ് ദേ ആർ ഫ്രീ ഓഫ് ഡിസീസ്. ഫർദർ ഏതെങ്കിലും ഒരു ഈ എഗ്സിന് എന്തെങ്കിലും ഒരു കുഴപ്പമൊന്നും വരാണ്ട് ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെസ്റ്റുകളൊന്നും ഈ എഗ്സിനൊന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വി ഹാവ് ടു മോണിറ്റർ ഇറ്റ് റെഗുലർലി. You have to keep on checking. Okay. And the next step is incubation. Second process is incubation. So നമ്മൾ കളക്ട് ചെയ്ത എഗ്സ് we are transferred to the incubation chamber. Okay. incubation chamberൽ ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്കൊരു കറക്റ്റ് ഒരു ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് ഒരു 25-30 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഈ കളക്ട് ചെയ്ത എഗ്സ് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ എഗ്സ് എല്ലാം ഹാച്ച് ഔട്ട് ചെയ്ത് ഒരു 0.6 സെൻറ്റിമീറ്റർ ലോങ് ആയിട്ടുള്ള സിൽക്ക് വേമിനെ അല്ലെങ്കിൽ ആ ഒരു കാറ്റർപില്ലർ സ്റ്റേജിലുള്ള ആ ഒരു സ്പീഷീസ് നമുക്ക് പുറത്ത് എടുക്കാൻ സാധിക്കും. 10 ദിവസം കൊണ്ട് അത് ഹാച്ച് ഔട്ട് ചെയ്യും. ഓക്കെ. The eggs are transferred to the incubation chamber for optimum hatching, and the purpose of incubation is to achieve uniform hatching. Okay. ഈ ഇൻക്യുബേഷൻ ചേമ്പറിൽ നമ്മൾ ഇതിനെ ഇടുന്നത് ദാറ്റ് ഈസ് ദ മേജർ ബെനിഫിറ്റ് ഈസ് ടു അച്ചീവ് യൂണിഫോം ഹാച്ചിങ്. അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 25 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. and the larvae are hatched about 10 days and are about 0.6 centimeter long. Okay. And the next step is rearing of larva. ഈ എഗ്സ് അത് ഹാച്ച് ഔട്ട് ചെയ്ത് ഉണ്ടായി വരുന്ന നെക്സ്റ്റ് സ്റ്റേജ് ആണ് ലാർവൽ സ്റ്റേജ്. നമ്മൾ ലൈഫ് സൈക്കിൾ പഠിച്ചപ്പോൾ ഇത് പറഞ്ഞായിരുന്നു. എഗ്സ് ഹാച്ച് ഔട്ട് ചെയ്ത് ലാർവൽ സ്റ്റേജ് വരും. ആ ലാർവൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രക്ചർ നമ്മൾ സിൽക്ക് വേം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സിൽക്ക് വേം അടുത്ത സ്റ്റേജിൽ അത് ഫെറോഷ്യസ് ഈറ്റേഴ്സ് ആണ്. ഒത്തിരി മൾബറി ലീവ്സ് അത് കഴിക്കും. ഇതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റിയറിംഗ് ഹൗസുകളുണ്ട്. ഓക്കെ. ലാർജ് സ്കെയിൽ ആയിട്ട് സെറികൾച്ചർ സെൻറ്റേഴ്സിലൊക്കെയാണ്, അതേപോലെ തന്നെ റിസർച്ച് സ്റ്റേഷൻസിലൊക്കെ നമുക്ക് ഇതേപോലെ റിയറിംഗ് ഹൗസസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. സോ ആഫ്റ്റർ ഹാച്ചിങ് ദ ലാർവ ദേ ആർ റിയർഡ് ഓൺ മൾബറി ലീവ്സ് ഓൺ സ്പെഷ്യൽ റിയറിംഗ് ഹൗസ്. ഓക്കെ. പിന്നെ ഈ റിയറിംഗ് ഹൗസിൽ ഒരുപാട് നമുക്ക് റിയറിംഗ് അപ്ലയൻസസ് നമുക്ക് കാണാൻ സാധിക്കും. Here in this figure you can find the rearing stand. ഇതൊരു റിയറിംഗ് സ്റ്റാൻഡ് ആണ്. പിന്നെ ഈ റിയറിംഗ് സ്റ്റാൻഡ് ഇതുപോലെ തന്നെ ബാംബു കൊണ്ടിട്ടുള്ള സ്റ്റാൻഡുകളും ഉണ്ട്. ബാംബു സ്റ്റാൻഡ് അതേപോലെ പ്ലാസ്റ്റിക് സ്റ്റാൻഡുകളൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് യൂസ് ചെയ്യാൻ. ഓക്കെ. ദീസ് ആർ റിയറിംഗ് സ്റ്റാൻഡ്. ആൻഡ് ഇൻ ദി റൈറ്റ് സൈഡ് യു ക്യാൻ സീ റിയറിംഗ് ട്രേ. ഓക്കെ. റിയറിംഗ് ട്രേ ഉണ്ട്. പിന്നെ അതേപോലെ മറ്റു പല അപ്ലയൻസസും അതുപോലെ കൊക്കൂണേജസിൽ വന്നിട്ട് ചന്ദ്രിക, നാട്രിക എന്ന് പറയുന്ന ചന്ദ്രിക ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് ബാംബു ആൻഡ് നാട്രിക ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് പ്ലാസ്റ്റിക്. ഓക്കെ. കൊക്കൂണേജസ് അതാണ്. അത് ഒരു റിയറിംഗ് അപ്ലയൻസസ് ആണ്. ഓക്കെ. ആൻഡ് ഹിയർ ഇൻ ദിസ് ഫിഗർ യു ക്യാൻ ഫൈൻഡ് എ സ്റ്റാൻഡ് വിച്ച് ഈസ് മേഡപ്പ് ഓഫ് ബാംബു. ഒരു റിയറിംഗ് സ്റ്റാൻഡ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിംഗ് ദ റിയറിംഗ് ട്രേ. ഇതൊരു ബാംബു ട്രേ ആണ് കേട്ടോ. ദ റിയറിംഗ് ട്രേ ആർ ബാംബു ട്രേസ് അപ്പോൺ വിച്ച് ദ ലാർവേ ആർ റിയർഡ്. ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ സിൽക്ക് വേംസ് അല്ലെങ്കിൽ അതിൻ്റെ ലാർവൽ സ്റ്റേജസ് ചെറുതായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ആൻഡ്
above that we have provided some mulberry leaves. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ലാർവൽ സ്റ്റേജിൽ അത് ഒത്തിരി മൾബറി ലീവ്സ് അത് ഇൻടേക്ക് ചെയ്യുകയും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇൻസ്റ്റാർ സ്റ്റേജസ് അത് കംപ്ലീറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇറ്റ് എൻലാർജസ് ഇറ്റ് സൈസ്, അതിൻ്റെ സൈസ് അത് എഗ്ഗിന്ന് ഹാച്ച് ഔട്ട് ചെയ്തപ്പോൾ 0.6 സെൻറ്റിമീറ്റർ ആയിരുന്നു. പിന്നീട് അതിൻ്റെ ഫോർത്ത് ഇൻസ്റ്റാർ സ്റ്റേജ് കഴിയുമ്പോഴേക്കും അതിൻ്റെ മാക്സിമം ഗ്രോത്ത് അത് അറ്റൈൻ ചെയ്യും. ഓക്കെ, ആൻഡ് ദീസ് ആർ പ്ലേസ്ഡ് വൺ അബവ് ദി അതർ ഇൻ റിയറിംഗ് സ്റ്റാൻഡ്. റിയറിംഗ് സ്റ്റാൻഡ് ഒന്നിന് മേലെ ഒന്നായിട്ട് നമുക്ക് ഇതേപോലെ അടുക്കി വെക്കാൻ സാധിക്കും. പിന്നെ അത് കൂടാണ്ട് യൂസ് ചെയ്യുന്ന മറ്റ് പല അപ്ലയൻസസ് ഉണ്ട്. ലീഫ് ബാസ്ക്കറ്റ്, ദെൻ ലീഫ് ചോപ്പിംഗ് നൈഫ്, then feeding stand, mats, etc. can be also used. And the next step is mounting. മൗണ്ടിങ്ങിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ്, അതായത് ഫോർത്ത് ഇൻസ്റ്റാർ സ്റ്റേജ് വരുന്ന അല്ലെങ്കിൽ മാക്സിമം ഗ്രോത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സിൽക്ക് വോമിൻ്റെ ഏകദേശം ഒരു 4th to 8th സെഗ്മെൻറ്റിനോട് അടുപ്പിച്ചിട്ടാണ് അതിൻ്റെ സിൽക്ക് ഗ്ലാൻഡ് ഇരിക്കുന്നത്. സിൽക്ക് വോമിൻ്റെ സിൽക്ക് ഗ്ലാൻഡ് ഇരിക്കുന്നത് 4th to 8th സെഗ്മെൻറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കുന്നത്. അപ്പോൾ സിൽക്ക് ഗ്ലാൻഡിൻ്റെ സൈസ് മാക്സിമം ആകും. ഇറ്റ് സ്റ്റാർട്ട്സ് ടു സെക്രീറ്റ് ദ സിൽക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, സിൽക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സിൽക്ക് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോട്ടീൻ, ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി ലിക്വിഡ് ഇൻ നേച്ചർ. ലിക്വിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് എൻവയോൺമെൻറ്റുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിയുമ്പോഴാണ് അത് ഹാർഡൺ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു അതായത് അങ്ങനെയാണത് അതിൻ്റെ കംപ്ലീറ്റ് ബോഡി കവർ ചെയ്ത് ആ ഒരു കൊക്കൂൺ ആയിട്ട് മാറുക. അപ്പോൾ ഇതിന് കൊക്കൂൺ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഷെൽട്ടർ, അതിനെയാണ് നമ്മൾ കൊക്കൂണേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു കൊക്കൂണേജ് ആണ്. ആൻഡ് ഇൻ ദ റൈറ്റ് സൈഡ് യു ക്യാൻ സി അനദർ കൊക്കൂണേജ്. ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്നത് ചന്ദ്രിക എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് ബാംബു കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു കൊക്കൂണേജ് ആണ് ചന്ദ്രിക. ദിസ് ഇസ് നാട്രിക. ഓക്കെ, നാട്രിക അത് മറ്റൊരു തരത്തിലുള്ള ഒരു കൊക്കൂണേജ് ആണ്. ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് പ്ലാസ്റ്റിക്. ഓക്കെ, സോ ദ കൊക്കൂണേജ് ഓർ മൗണ്ടിങ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിങ് സ്പിന്നിങ് ലാർവേ. അതായത് ഈ കാണുന്നത് ലാർവയാണ് കേട്ടോ. ദീസ് ആർ ലാവയുടെ ഒരു മാക്സിമം ഗ്രോത്ത് അത് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇറ്റ് സ്റ്റാർട്ട്സ് ടു സെക്രീറ്റ് ദി സിൽക്ക്, അല്ലെങ്കിൽ ഒരു ഫൈബ്രസ് പ്രോട്ടീൻ അത് അതിൻ്റെ സിൽക്ക് ഗ്ലാൻഡിൽ നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് അതിൻ്റെ ഫുൾ ബോഡി കവറപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് കൊക്കൂൺ ആയിട്ട് മാറുന്നത്. ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്ക് കൊക്കൂൺ ആയി മാറിയ സ്ട്രക്ചറാണ് നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, ഇത് ലാർവൽ സ്റ്റേജ് ആണ്. ഇറ്റ് അഗെയിൻ ഫോംസ് കൊക്കൂൺ. ഓക്കെ, കൊക്കൂൺ ആയിട്ടത് മാറാൻ പോകുന്ന ഒരു ഫിഗറാണിത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കൊക്കൂണായി മാറിയ ഒരു ഫിഗറാണ് ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ മൗണ്ടേജസ് ഷുഡ് ബി സച്ച് ദാറ്റ് ദ വർംസ് ആർ ഏബിൾ ടു സ്പിൻ ദിയർ കൊക്കൂൺസ് കംഫർട്ടബിളി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഈ ചന്ദ്രികയ്ക്കും അതേപോലെ നാട്രികയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പേസിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. അതായത് ഒരു കൊക്കൂണിന് വളരാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കൊക്കൂൺ അത് കംപ്ലീറ്റ് സ്പിൻ റൗണ്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഇത് തമ്മിലുണ്ടാകും. ഒരുപാട് സെഗ്മെൻറ്റുകളുണ്ട്. ഒരു സെപ്റ്റ പോലെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു സെപ്റ്റ തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു സ്പേസ് വിട്ട് എപ്പോഴും ഒരു ക്ലിയർ ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നാട്രികയിലും ഈ കാണുന്നത് അതിന് തമ്മിലുള്ള സ്പേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ഒരു സ്പേസിനകത്ത് നിന്നിട്ട് ലാർവയ്ക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കൊക്കൂൺസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദീസ് ആർ ചന്ദ്രിക ആൻഡ് നാട്രിക. ആൻഡ് കൊക്കൂണേജ് മേ ബി കൺസ്ട്രക്റ്റഡ് ഓഫ് എനി ലോക്കലി അവൈലബിൾ മെറ്റീരിയൽ. ബാംബു കൊണ്ട് മാത്രമല്ല, പ്ലാസ്റ്റിക് കൊണ്ട്, ഗ്രാസ്, ഈവൻ ഡ്രൈ ലീവ്സ്, അതേപോലെ ചുക്സ് കൊണ്ടിട്ട് നമുക്ക് കൊക്കൂണേജസ് നമുക്ക് ഫോം ചെയ്ത് എടുക്കാം. ആൻഡ് ദ മോസ്റ്റ് പോപ്പുലർ മൗണ്ടേജ് യൂസ്ഡ് ഇൻ ഇന്ത്യ ഇസ് എ ടൈപ്പ് ഓഫ് സർക്കുലർ ബാംബു ട്രേ വിച്ച് ഇസ് നോൺ ആസ് ചന്ദ്രിക. ചന്ദ്രികയുടെ പടം ആണ് ഈ കാണുന്നത്. ചന്ദ്രിക കോമൺ ആയിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്ത് കാണപ്പെടുന്ന ഒരു കൊക്കൂണേജ് ആണ്. ഓക്കെ, ആൻഡ് in next video we can continue the rest of the portion. Thank you.